ആ മ്യൂസിയം എവിടെയാണ്? എനിക്കറിയില്ല. ആ മാന്ത്രിക മനുഷ്യൻ ഇവിടെ എത്തി. ആ മ്യൂസിയം എവിടെയാണ്? ഈ വഴി നേരെയാണ്. ഷിറ്റോറി എന്ന മാന്ത്രിക വ്യക്തി വെക്ടർ അവന്യൂവിൽ അക്രമം അഴിച്ചുവിട്ടു. പഴയ ടൗൺ മേഖല ലോക്ക്ഡൌണിലാണെങ്കിലും ഷിറ്റോറി നോവസ് സിറ്റിയിൽ എത്തിയിരിക്കുന്നു. അതും സംശയാസ്പദമാണ്. രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ ഇറങ്ങിയ ഞാനാണ്. ആലക്സ്, അവൻ ഇവിടെ എത്തി. സർ, അവനെത്തി. ഞങ്ങൾക്കൊരു ബാക്കപ്പ് ആവശ്യം. എങ്ങനെ പോകുന്നു? എന്തു പറയാൻ? ആ സംഭവത്തിന് ശേഷം എന്റെ ജീവിതം ഈ അധ്യാപന കേന്ദ്രമാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്റെ അച്ഛനെയും നഷ്ടപ്പെട്ടത്. ഞാനതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഇതാണ് ഷാൻ ഓട്ടർ. എന്റെ മകനെ ഇങ്ങനെ വളർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്തെങ്കിലും ആകട്ടെ, ഈ വയസ്സിൽ നീ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കാരണമെന്താണ്? 21 വയസ്സായി എന്ന് പറഞ്ഞു. ഞാൻ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. പോർട്ടലിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എടുത്ത ആയുധങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. എല്ലാ മാജിക്കും എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചില മന്ത്രങ്ങൾ പഠിക്കാൻ കഴിയും, പക്ഷെ എല്ലാം പഠിക്കാൻ നിങ്ങൾക്ക് ചില ഉപകരണങ്ങൾ ആവശ്യമാണ്. മാസ്റ്റർ, എനിക്കൊരു ജോലി കിട്ടി. കൊട്ടാരത്തിൽ ഒരു കാവൽക്കാരനായി. അവരോട് അധികം അടുക്കരുത്. എന്താ, അവരെന്നെ തിന്നുമോ? ഇല്ല, അവർ നിന്നെ കൊല്ലും. ഷാനോട്ടർ, എന്നോടൊപ്പം വരൂ. ഇത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വർണ്ണ കട്ടാനയാണ്. ഇത് എന്റെ മകന് നൽകണം. പക്ഷേ എന്റെ മകൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ തരുന്ന ഈ വാൾ നീ എന്റെ മകന്റെ സമകന്റെ സ്ഥാനത്ത് നിന്ന് സ്വീകരിക്കണം. ഇല്ല എന്ന് പറയരുത്. നഗരത്തിലെ ജനങ്ങളെ, ബുദ്ധിമാനായ ധൈര്യശാലിയായ ഇപ്പോഴത്തെ ചക്രവർത്തിയുടെ മകൻ കൈറോ അടുത്ത ചക്രവർത്തിയാകാൻ പോകുന്നു. ഷിറ്റോറി, നീ ഒരിക്കലും സഭയിൽ വന്നിട്ടില്ല. ഇപ്പോൾ നിന്റെ മനസ്സ് മാറ്റാൻ കാരണമെന്താണ്? നിന്റെ ബുദ്ധി നശിച്ചുപോയോ? കാരണം ഇവിടെ ഒരു കരാറുണ്ടായിരുന്നു. നിങ്ങളുടെ ഭരണകാലം കഴിഞ്ഞു. പിന്നെ എന്തിനാണ് നിങ്ങളുടെ മകൻ അടുത്ത ചക്രവർത്തിയാകാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചത്? നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഞാൻ നിന്നെ കൊല്ലും ഷിറ്റോറി. ആരോപണങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞു. അത് എന്റേതോ അല്ലെങ്കിൽ മറ്റാരുടേതോ ആണ്, പക്ഷേ നിങ്ങളുടേതല്ല. നിനക്ക് അത് പറയാൻ ഇവിടെ അധികാരമില്ല.